ഹലോ, ഇന്നപ്പോൾ സൺഡേ ആയിട്ടൊരു വ്ളോഗ് എടുക്കാൻ നോക്കി. സൺഡേ ആയതുകൊണ്ട് തന്നെ 8:30ക്കാണ് എണീച്ചത്. കുഞ്ഞിപ്പാത്ത് പിന്നെ എപ്പോഴാണെങ്കിലും ഞാൻ എപ്പോഴാണ് എണീക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ എണീച്ച് വരും. അവൾ പിന്നെ ഇന്നലെ ലേറ്റായിട്ടാണ് കിടന്നത്, അത് കാരണം കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോളും. കുഞ്ഞിപ്പാത്തിന് പിന്നെ ഞാൻ എടുത്ത് അടുക്കളയിലോട്ടൊന്നും കൊണ്ടുവന്നാൽ എൻ്റെ ഒരു പണിയും നടക്കില്ല. അപ്പോൾ അവൾ ഉറക്കപ്പിച്ചൊക്കെ മാറി പതിയെ എണീച്ച് വരും. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ വെക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമല്ലോ. അവൾ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതേ ചായയൊക്കെ വെക്കാനായിട്ട് പാലൊഴിച്ച് അടുപ്പിൽ പാൽ വെക്കുമ്പോൾ തന്നെ ഞാൻ ചായപ്പൊടിയും പഞ്ചസാര ഇട്ടേക്കും. പിന്നെ ഇന്നലത്തെ കുറച്ച് പാത്രങ്ങളുണ്ട് ബാലൻസ്, അത് ഇന്നലെ കുറച്ച് മടിയായിരുന്നു, കാരണം ലേറ്റായി ഇന്നലേക്കാകെ വന്നപ്പോൾ. പിന്നെ നാളെ സൺഡേ അല്ലേ എന്നും പറഞ്ഞ് ഒന്നുകൂടി മടിഞ്ഞപ്പോൾ അവിടെ ഇട്ടേച്ച്. അപ്പോൾ ചായ തിളയ്ക്കുമ്പോഴേക്കും പാത്രങ്ങൾ കഴുകി വെക്കാമല്ലോ ഓർത്തപ്പോൾ ചായ തിളച്ച് അടുപ്പിൻ്റെ പുറത്തൊക്കെ ആയി. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്ന്, പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ ഇന്ന് പുട്ടായി ഉണ്ടാക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി പുട്ടിനുള്ള പൊടിയൊക്കെ കിണ്ടി വെച്ചിട്ടുണ്ട്. അവളെണീച്ച് വന്നപ്പോഴേക്കും പിന്നെ പല്ല് തേപ്പിച്ച് ഫ്രഷാക്കി. രണ്ടുപേർക്കും ഞാൻ രാവിലെ പഴം വാട്ടിയതാണ് കൊടുക്കണം. നാസ്ത രാവിലെ തന്നെ കൊടുക്കുമ്പോൾ സീനാണ്. അപ്പോൾ പഴം വാട്ടിയത് ആകുമ്പോൾ പിന്നെയും കഴിച്ചോളും രാവിലേക്ക്. അപ്പോൾ രാവിലെ വാട്ടി കൊടുത്താൽ സീനില്ല. അങ്ങനെ അവൾ പിന്നെ ഒറ്റയ്ക്ക് കഴിക്കും. ഇവൾക്ക് പിച്ചി വായിലൊക്കെ വെച്ച് കൊടുത്ത്. അതിനിടയ്ക്ക് കാകാനോട് ചിക്കൻ മേടിച്ചാൽ മതി പറഞ്ഞ് വിട്ടാൾ ബീഫും കൊണ്ട് വന്ന്. ബീഫാണെങ്കിൽ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല, എന്നാലും കഴിക്കും. ചിക്കനാണെങ്കിൽ ഫേവറേറ്റ്, പിള്ളേർക്കാണെങ്കിലും ചിക്കനാണ് ഇഷ്ടം. അപ്പോൾ അതേ കറി വെക്കാനുള്ള സവാളയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തിട്ട് ഇനി നമുക്ക് കറിയൊക്കെ സെറ്റാക്കണം. ഇന്ന് നെയ്ച്ചോറും ബീഫ് കറിയും വെക്കാമെന്നാണ് ഓർക്കണത്. അപ്പോൾ അതേ നാസ്ത അവന്മാർക്ക് കൊടുത്തിട്ടുണ്ടായില്ലല്ലോ പിള്ളേർക്ക്. അപ്പോൾ ഒരു 11:15 ആയപ്പോൾ നാസ്ത കൊടുത്ത്. പിന്നെ അത് കുഞ്ഞിക്കിളിയെ നാസ്തയൊക്കെ കൊടുത്ത് ഉറക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ ഒരു പണിയും നടക്കില്ല. അവളെൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴേക്കും അവൾ ഉറങ്ങിയ സമയം കൊണ്ട് ഞാൻ നെയ്ച്ചോറും കറിയും എല്ലാം സെറ്റാക്കി. അപ്പോഴേക്കും അച്ചവൾ താഴത്തോട്ട് പോയിട്ടുണ്ടായിട്ടാണ്. പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വന്ന് രണ്ടുപേരെയും കുളിപ്പിച്ച് ഒരു മണിയൊക്കെ ആയപ്പോൾ കുളിപ്പിച്ച് ഫ്രഷാക്കി ഉടുപ്പൊക്കെ മാറ്റി റെഡിയാക്കി. പിന്നെ ചോറ് കൊടുത്ത്. പിന്നെ അവൾ ഇന്ന് വാപ്പുമ്മീൻ്റെ കൂടെ വലിയുമ്മാനെ കാണാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോൾ അവളെ ഒരുക്കി താഴത്തോട്ട് വിട്ട്. സ്പ്രേ അടിച്ചിട്ട് മണമുണ്ടാന്നൊക്കെ നോക്കണിരുന്നു ആൾ. പിന്നെ അത് എനിക്ക് ടാറ്റയെന്നു പോയി. അപ്പോൾ അവൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതിനെ ഉറക്കി, ഞാനും കുറച്ച് നേരം ഇവിടെ നിന്ന് ഉറങ്ങി. അപ്പോൾ